പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകരായ മലയാളി സംഘടന. അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നുവെന്നാണ് വിശദീകരണം. അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ചില BJP നേതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഈ സംഘടന നൽകുന്ന കൂടുതൽ വിശദീകരണം? ഒപ്പം സമൂഹ മാധ്യമങ്ങളിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, പാക് മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി മലയാളി സംഘടനയുടെ പരിപാടിയിൽ ദുബായിൽ പങ്കെടുത്തതിൽ ചൊല്ലി വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദം കൊഴുക്കുകയാണ്. കാരണം 25-ാം തീയതിയാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ ദുബായിൽ കൊച്ചി യൂണിവേഴ്സിറ്റി BTech അലുമിനി അസോസിയേഷൻ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിലാണ് ഉമർ ഗുല്ലും ഒപ്പം തന്നെ ഷാഹിദ് അഫ്രീദിയും പങ്കെടുത്തത്. അതായത് ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതാണ് ഈ വിവാദത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ദൃശ്യങ്ങളിൽ ഷാഹിദ് അഫ്രീദി നടന്നു വരുന്നു, ഇവർ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അഫ്രീദി സംസാരിക്കുന്നു. ഇതിൽ കേരളത്തെ ഇഷ്ടമാണ്, കേരളത്തിലെ ഭക്ഷണം ഇഷ്ടമാണെന്നൊക്കെ തന്നെ അഫ്രീദി പറയുന്നുണ്ട്. തിരിച്ച് ബൂം ബൂം അഫ്രീദി എന്ന് വിളിച്ചുകൊണ്ട് ആരാധകർ, പ്രത്യേകിച്ച് അവിടെ സംഘടിച്ച സദസ്സ് മുദ്രാവാക്യം മുഴക്കുന്നു. അതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഫ്രീദി നടത്തിയ പ്രസ്താവനകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും അത് പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ പറയും തുടങ്ങിയ പ്രതികരണങ്ങൾ അന്ന് അഫ്രീദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, പാക് സൈന്യം ഇന്ത്യക്ക് മേൽ വിജയം നേടി എന്ന് പറഞ്ഞുകൊണ്ട് കറാച്ചിയിൽ പ്രകടനം നടത്തിയ ആളാണ് ഷാഹിദ് അഫ്രീദി. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തിന് അഫ്രീദിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തി എന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ ഹാൻഡിലുകൾ ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിവാദമായതിന് പിന്നാലെ ഈ സംഘടന വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘടന പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത് നേരത്തെ കൂട്ടി നിശ്ചയിച്ച വേദിയാണ്. ഈ പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതായത് PID എന്നാണ് ഇതിൻ്റെ പേര്, പാകിസ്ഥാൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ് ആ ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ നേരത്തെ തന്നെ പരിപാടി സംഘടിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷവും ഈ പരിപാടി നടന്നത് അവിടെ തന്നെയായിരുന്നു. പക്ഷേ ഈ നയതന്ത്ര തലത്തിലുള്ള ബന്ധം വഷളായതിനു ശേഷം പെട്ടെന്ന് മറ്റൊരു വേദിയിലേക്ക് പരിപാടി മാറ്റുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ പരിപാടി നടക്കുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പരിപാടിയിലേക്ക് ഏതായാലും അഫ്രീദിയെയോ ഉമർ ഗുല്ലിനെയോ ക്ഷണിച്ചിരുന്നില്ല. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഈ രണ്ട് താരങ്ങളും എത്തിയത്. ഈ പരിപാടി അവസാനിക്കാറായ ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും ക്ഷണിക്കാതെ തന്നെ ഇവിടേക്ക് കടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഇവർ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന വിശദീകരണമാണ് ഇപ്പോൾ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അവർ നോട്ടീസും അവർ കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ നോട്ടീസിൽ എവിടെയും ഈ താരങ്ങളുടെ പേര് പറയുന്നില്ല എന്ന വിശദീകരണമാണ് ഇപ്പോൾ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഇവർക്കെതിരെ ഇപ്പോൾ സംഘാടകർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്, സംഘാടകർക്കെതിരെ വലിയ വിമർശനം ഉയരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഷഹീദ് അഫ്രീദി എങ്ങനെ ഇതിൽ പങ്കെടുത്തു എന്നതാണ്. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങളിലടക്കം ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു. എല്ലാ തരത്തിലും പാകിസ്ഥാനെ ബാൻ ചെയ്യുന്ന നീക്കങ്ങൾ രാജ്യം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക്, മലയാളികൾ ഉൾപ്പെടുന്ന മലയാളി സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു നീക്കം നടത്തി? അതെവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യമാണ്. ഈ സംഘടനയിലുള്ള അംഗങ്ങളുടെ പാസ്പോർട്ട് പോലും റദ്ദു ചെയ്യണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. BJP നേതാക്കളൊക്കെ ഈ ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലെയുള്ളവർ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലേക്കാണ് ഈ വിവാദം മാറുന്നത് എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. ഒരിക്കൽ കൂടി ആ ദൃശ്യം ഒന്നുകൂടെ കാണാം.
Indian Malayali crowd here, so that is the reason you're here from here. Just a second. No more boom boom, old boom boom. अच्छा मैं आप लोग സമൂഹമാധ്യമങ്ങളിലടക്കം വിഷയം വലിയ ചർച്ചയാവുകയാണ്. ഇവർ രാജ്യദ്രോഹികളാണ് ഈ സംഘാടകർ എന്ന വാദമൊക്കെ ഉയർത്തുന്നവരുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം.